രാജവല്ലിയുടെ 5ാമത്തെ വയസ്സിൽ അവളുടെ അമ്മ മരിച്ചതാണ്. പിന്നെ വളർത്തിയതും നോക്കിയതും എല്ലാം ഈ മുത്തശ്ശിയാണ്. അവരുടെ തീരുമാനങ്ങൾക്കൊന്നും ഇവിടെ ആരും എതിർത്തൊരു അക്ഷരം പറയാറില്ല. അത്രയ്ക്ക് അനുസരണ എല്ലാവർക്കും. ആ എത്തിയില്ല കക്ഷി. അയ്യോ, അശോകന്റെ പെണ്ണ് ഇവിടെ ഇങ്ങോട്ട് വരാൻ വേഗം. വരണു. രാജവല്ലിക്ക് മനസ്സിലായോ ഇതാരൊക്കെയാണെന്ന്? അച്ഛന്റെ ബന്ധുക്കൾ വരുമെന്ന് വക്കീലെങ്കിൽ പറഞ്ഞിരുന്നല്ലോ. മോളെ, ഞാൻ ആരാണെന്ന് മനസ്സിലായോ മോക്ക്? ഇതാണ് മോളുടെ അപ്പച്ചി. ഇത് അശോകൻ. എന്താടി ഇത്? റൈഡിങ് കഴിഞ്ഞ് വരുമ്പോ കുടിക്കാൻ എന്താ തരണ്ടെന്ന് നിനക്ക് അറിയില്ലല്ലേ? മോങ്ങുന്ന കരിപ്പിടിയാത്ത അമ്മയില്ലാതെ വളർന്ന കുട്ടിയല്ലേ, ഇതായിട്ടുള്ള ചില ഹോർലിക്സ് കൊടുക്കേണ്ടതിന് പാല് കൊടുത്ത ആർക്കാണേലും ദേഷ്യം വരും. അയ്യടാ, അല്ല മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക. അമ്മാവന്റെ മകളെ കണ്ടല്ലോ, തൃപ്തിയായല്ലോ. അഭയാർത്ഥികളെ പോലെ ഇനി ഇങ്ങനെ തമ്പടിച്ച് കിടക്കാൻ നിങ്ങൾക്കൊക്കെ നാണമില്ലേ? അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? ആൾക്കാരെ കണ്ടും പരിചയപ്പെട്ടൊക്കെ സ്നേഹം ഉണ്ടാക്കുന്നത്, അല്ലാതെ തവളെ വിഴുങ്ങി നെറുക്കോലിയെ പോലെ സംസാരിക്കാതിരുന്നാലേ ആരും മൈൻഡ് ചെയ്യില്ല. ഗുണദോഷ കമ്മിറ്റിക്ക് ഇവിടെയും ഒരു കുറവുമില്ല. കാര്യം ജ്ഞാനശീലേട്ടൻ ഇത്രയും കാലം പറഞ്ഞത് മുഴുവൻ മണ്ടത്തരമാണെങ്കിലും ഇതിൽ കാര്യമില്ലാതില്ല. താങ്ക് യു. സോറി. മൂഢേഷു ചിന്ത മുഷിയാത്ത വേഷം തദ്വാരേഷു ചിന്ത. അങ്ങനെ ആരോട് ഇടിച്ചു കയറി ഉണ്ടാക്കുന്ന സ്നേഹവും ബന്ധമൊന്നും തൽക്കാലം വേണ്ട. ഏട്ടൻ പറയുന്നതിന് കാര്യമുണ്ട്. എന്താ എന്റെ ഒരു പത്രാസ്? ഒരു ഒറ്റ വീക്ക് വെച്ചെന്നല്ലോ. ആകെ ഒരു നാത്തൂനാ ഉള്ളത്. അതിനെ കയറി അത് ഇത് പെണ്ണിന്റെ ഒരു നെകളിപ്പ്. അശോക, മെല്ലെ വിരിയുന്ന സുമത്തിനെ സുഗന്ധം ഉണ്ടാവും, അതേ ദൃഢമാവൂ. കൂടുതൽ അദ്വൈതം ഒന്നും വേണ്ട കേട്ടോ. മോനെ, നീ ഈ പറയണ പോലെ ഒന്നുമല്ല. കല്യാണം കഴിഞ്ഞാൽ ഒക്കെ മാറിക്കൊള്ളു. ഇവിടുത്തെ രീതി അനുസരിച്ച് വളർന്ന കുട്ടിയല്ലേ, പെട്ടെന്ന് മറ്റുള്ളവരുമായി ഇടപഴകാൻ ബുദ്ധിമുട്ട് കാണും. ഞാനൊരു കാര്യം പറയാം. ഗതികേട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങോട്ട് യാത്ര തിരിച്ചത്. ആകാശക്കോട്ട കെട്ടി തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും നിലത്ത് നിന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ആരാന്റെ പറമ്പിലെ പുല്ല് കണ്ടിട്ട് നമ്മുടെ വീട്ടിൽ പശുവിനെ വളർത്തരുത്. പുല്ല് ആരാന്റെ പറമ്പിൽ തന്നെ. നിന്റെ ഈ വരയും കുറിയും കണ്ടോണ്ട് നിന്നാ എനിക്ക് ഭ്രാന്ത് പിടിക്കും. നിന്നോട് ആര് പറഞ്ഞു നിൽക്കാൻ? ഐ എം ലീവിംഗ്. ഇപ്പൊ തന്നെ ഡാഡി ടെൻഷൻ ആയിട്ടുണ്ടാവും. ഓക്കെ, സീ യു ടുമോറോ. ഓക്കെ, ബൈ. ബൈ. ആഹാ, ഇതൊക്കെ മോള് വരച്ചാണോ? നന്നായിട്ടുണ്ട്. മോള് മിണ്ടുന്നില്ല, ഗവനിക്കുന്നില്ല എന്നൊക്കെയാ അശോകന്റെ പരാതി. ഞാൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞാൽ ഒക്കെ മാറുമെന്ന്. മോടച്ഛൻ മാസുക്കുട്ടനും ഇതേ പ്രകൃതമായിരുന്നു. ആരോടും കൂടുതൽ കളിതമാശ പറയാനും കളിക്കാനും ഒന്നും പോവില്ല. ഒരേ ഗൗരവമാ. പണ്ട് പള്ളിക്കുടുത്തി പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ പെൺകുട്ടികൾ എല്ലാവരും കൂടി കളിതമാശ പറഞ്ഞ് ചിരിച്ചു നടക്കുന്ന കാണുമ്പോൾ മോടച്ഛന് ദേഷ്യം വരും. ഒക്കെ ഇന്നലെ നടന്ന പോലെ തോന്നുന്നു. അവൻ എന്റെ താലിമാലയും കൊണ്ട് നാട് വിട്ടപ്പോ. വേണ്ട, പഴങ്കഥകളൊക്കെ അച്ഛൻ പറഞ്ഞ് ധാരാളം കേട്ടിട്ടുണ്ട്. പിന്നെ അച്ഛന്റെ ഒരു ആഗ്രഹമായിരുന്നതുകൊണ്ടാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ. അതൊക്കെ വക്കീലങ്ങൾ പറഞ്ഞു കാണുമല്ലോ. ഇങ്ങനൊരു മാരേജ് ചെയ്യുന്നു എന്നതുകൊണ്ട് ആരുടെയും സൗകര്യത്തിനൊപ്പിച്ച് എന്റെ സ്വഭാവം ഒന്നും മാറ്റാൻ പറ്റില്ല. പിന്നൊരു കാര്യം, മോനോട് ചോദിച്ചോളൂ. വിവാഹം കഴിഞ്ഞാൽ അമേരിക്കയിലോ ലണ്ടനിലോ ഒരു ജോലി വേണോ, അതോ ഇവിടെ തന്നെ പേരിലൊരു സിനിമാ തിയേറ്ററോ 5 സ്റ്റാർ ഹോട്ടലോ എന്താണ് വേണ്ടതെന്ന്?
ഗൗണ്ടർ നായരുടെ മരുമകനെന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കെല്ലാം ഒരു നിലയും വിലയും ഉണ്ടായിരിക്കണം. മാത്രമല്ല, നിങ്ങൾക്കിവിടെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറഞ്ഞോണം. അല്ലാതെ ബന്ധത്തിന്റെ പേരും പറഞ്ഞ് എന്നെ നന്നാക്കാൻ ഇങ്ങോട്ട് പോരണ്ട. മോള് വരച്ചു വെച്ചിരിക്കുന്ന ചിത്രങ്ങളൊക്കെ നോക്കി കാണുകയായിരുന്നു. മോനത് കണ്ടോ? എന്ത് ഭംഗിയായിരിക്കുന്നു കാണാൻ. നിങ്ങൾ ആരും കരുതുന്ന പോലൊന്നും അല്ല. ആളടുത്തറിയണം, പൊന്നുരച്ചു നോക്കണമെന്നാണല്ലോ. എന്ത് നല്ല സ്നേഹമുള്ള കുട്ടിയാ. കൊച്ചു കുട്ടികളുടെ മനസ്സാ. അമ്മാവൻ മകളോട് പറയാത്ത കഥകൾ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ ഓർത്തു വെച്ചോളൂ. കൊച്ചു തമ്പുരാട്ടിക്ക് ഒഴിവ് കിട്ടുമ്പോ ആളെ വിട്ട് വിളിപ്പിച്ചെന്നിരിക്കും. അപ്പോ അമ്മയ്ക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവണ്ട. മോനെ, ഞാൻ അമ്മയും അഭിനയിച്ചു തുടങ്ങിയല്ലേ. ദേഷ്യം തോന്നുമ്പോ രാജവല്ലി ഇങ്ങനെ ഓരോന്ന് പറയും, പിന്നെ എല്ലാം മറക്കും. എന്നോടും അങ്ങനെ തന്നെ. ഇത്തിരി കഴിഞ്ഞു കണ്ട ഇയാള് തന്നെയാണ് മുമ്പ് സംസാരിച്ചെന്ന് അതിശയം തോന്നും. വേണ്ട, തമ്പുരാട്ടി തിരുമനസ്സുകൊണ്ട് കാണിക്കുന്ന എല്ലാ അഹങ്കാരങ്ങൾക്കും ന്യായവാദങ്ങൾ കാണാൻ നിന്നെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ജോലിയുടെ ഭാഗമെന്ന നിലയ്ക്ക് ഞാനത് കേൾക്കാം. ഒരാശ്രിതനായി പോയി. ഇല്ലെങ്കിൽ ഇന്ന് നിർത്തിയനെ കെട്ടിലമ്മയുടെ അഹങ്കാരം. ഞാൻ ഓർക്കുമായിരുന്നു, നിങ്ങൾ മുൻകോപക്കാരി രണ്ടാളും കൂടി ഒരുമിച്ച് കഴിയുന്ന കാലം വരുമ്പോ എന്തായിരിക്കും പൂരം. നല്ല രസമായിരിക്കും. അതെ, നല്ല രസമായിരിക്കും. എന്റെ സ്വപ്നങ്ങളുടെ പരിധി ഞാൻ തന്നെ അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തൊരു ഇഞ്ച് കടന്നുള്ള ജീവിതം എനിക്ക് വേണ്ട. ഈ പറയുന്ന ഒരു അഹങ്കാരമായിട്ട് ആർക്കെങ്കിലും തോന്നിയാൽ അങ്ങനെ ഒരു അഹങ്കാരിയാകുന്നതിലും ഞാൻ തെറ്റൊന്നും കാണുന്നില്ല. ഇത്തരം കൊച്ചു കൊച്ചു തീരുമാനങ്ങളും പിടിവാശികളുമുള്ള ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരനാണ് ഞാൻ ഇപ്പോഴും. അത് മനസ്സിലാക്കാൻ എളുപ്പം ആർക്കും കഴിഞ്ഞെന്ന് വരില്ല. അളിയത് ഞാനാ. അയ്യോ, ഇതെന്ത് വേഷം? മേളിലിരുന്ന് ഒരു പഴയ പെട്ടി കുത്തി പൊളിച്ചപ്പോ കിട്ടിയതാ. നിറച്ച് കോട്ട് ഉരുപ്പുണ്ട്. അളിയമണ ഒരെണ്ണത്ത് ഫിറ്റ് ചെയ്തോ. നമ്മുടെ അന്തസ് നിലർത്തണ്ടേ. അന്ന് പോലീസിന്റെ ഇടി മാല പൊട്ടിച്ച പോലീസൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഇതെങ്ങനുണ്ട്? അസൽ ബഫൂൺ വരുന്നു. അളിയ ഇതെങ്ങനെയുണ്ട്? ഇങ്ങോട്ട് മാറാം. നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും ഞാൻ കാത്തു സൂക്ഷിക്കളിയ. ഞാനും. അളിയെ നിഷ്പക്ഷമായിട്ട് പറ, എങ്ങനുണ്ട്? കൊള്ളാം. ഈനാം പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്.